ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ +1 കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് എടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് കുറേ കണ്ടന്റുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു 10 മാർക്സിൻ്റെ അടുത്തോളം ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതൊരു വലിയ ചാപ്റ്ററാണ്, കുറേ കാര്യങ്ങൾ നമുക്കിതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ സ്ട്രക്ചർ ഓഫ് ആറ്റം നിങ്ങൾക്ക് 9th സ്റ്റാൻഡേർഡിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് നമ്മളെന്താണ്, ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആറ്റം എന്നാൽ എന്താണ്, അതിൻ്റെ അകത്തുള്ള എന്തൊക്കെ പാർട്ടിക്കിൾസ് ആണ്, അത് കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ നോക്കാം, എന്താണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പം 3 തരത്തിലുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, 3 തരത്തിലുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ഏതൊക്കെയാ? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, അല്ലേ? അപ്പം 3 തരത്തിലുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്, ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും. നമുക്കറിയാം ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താണ്? ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ, നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ആണ് ഏത്? ഇലക്ട്രോൺ. അതായത് ആറ്റത്തിനുള്ളിലെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോണുകൾ എന്ന് വിളിക്കുന്നത്. ഇനി പ്രോട്ടോൺ എന്ന് പറയുന്നത് ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, അപ്പം പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? പ്രോട്ടോൺ എന്നാണ് വിളിക്കുന്നത്. ഇനി ന്യൂട്രോൺ എന്താണ്? ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ചാർജ് ലെസ് ആണ്, അതായത് ചാർജ് ഇല്ല, 0 ചാർജ് ആണ് ഏതിന്? ന്യൂട്രോണുകൾക്ക്. അപ്പം ന്യൂട്രോണിന് നമുക്ക് എന്താണ്? ചാർജ് ഇല്ല. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരോന്നിൻ്റെയും ഡിസ്കവറിയിലോട്ടാണ് പോകുന്നത്. ഇലക്ട്രോൺ ആരാണ് കണ്ടെത്തിയത്? പ്രോട്ടോൺ ആരാണ് കണ്ടെത്തിയത്? ന്യൂട്രോൺ ആരാണ് കണ്ടെത്തിയത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ആരാണെന്ന്. ഇലക്ട്രോണിനെ കണ്ടെത്തിയ ആളാണ് ആര്? ഇലക്ട്രോണിനെ കണ്ടെത്തിയ ആളാണ് ജെ തോംസൺ. അതായത് ഈ പിക്ചർ കാണിച്ചിരിക്കുന്ന ആരാണ്? ജെ തോംസൺ ആണ് ഇലക്ട്രോണിനെ കണ്ടെത്തിയത്. ഓക്കെ, അപ്പം ഈ ഇലക്ട്രോണിനെ കണ്ടെത്തിയ സയന്റിസ്റ്റിന്റെ പേരാണ് ജെ തോംസൺ. അദ്ദേഹത്തിന്റെ പടമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇലക്ട്രോണിനെ കണ്ടെത്താൻ വേണ്ടി നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. ആ എക്സ്പെരിമെന്റിന്റെ പേരാണ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. എന്താണ്? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ഉണ്ടോ? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയതിൽ കൂടെയാണ് ജെ തോംസൺ എന്തിനെ ഡിസ്കവറി ചെയ്തത്? ഇലക്ട്രോൺസിനെ ഡിസ്കവറി ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പം ഇതിൽ നിന്നും എന്താണ് അദ്ദേഹം കണ്ടെത്തിയെന്ന് അറിയാമോ? ഇതിൽ നിന്നും അദ്ദേഹം ഒരു റേ കണ്ടെത്തി. അതായത് ഒരു റേ ഈ ഒരു എക്സ്പെരിമെന്റിൽ കൂടെ അദ്ദേഹം കണ്ടെത്തി. അതായത് ഈ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ ഒരു റേ ആണ് കാഥോഡ് റേ എന്ന് പറയുന്നത്. അദ്ദേഹം കണ്ടെത്തിയ ആ റേയുടെ പേരാണ് എന്ത്? കാഥോഡ് റേ. ഓക്കെ, കാഥോഡ് റേ ആണ് അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ കണ്ടുപിടിച്ചത്. അപ്പം ഈ കാഥോഡ് റേ കണ്ടെത്തിയതിലൂടെയാണ് നമ്മൾ ഈ ഇലക്ട്രോണിന്റെ ഡിസ്കവറിയെ കുറിച്ച് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. സോ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഈ കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. അപ്പം നോക്കിയേ, കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇറ്റ് ട്രാവൽസ് ഫ്രം കാഥോഡ് ടു ആനോഡ്. അതായത് കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് ട്രാവൽ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? കാഥോഡ് റേസ് എന്ന് പറയുന്നത്. ഇത് കാഥോഡിൽ നിന്നും ആനോഡിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അതേപോലെ ഇതിൻ്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. എന്തിന്? കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസിൽ ഒരെണ്ണമാണ് നെഗറ്റീവ് ചാർജ് ആണ് കാഥോഡ് റേസിനുള്ളത്. പിന്നെ E/m റേഷ്യോ ഈസ് എ കോൺസ്റ്റന്റ്. E/m റേഷ്യോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ 3 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ കാഥോഡ് റേയുടെ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, കാഥോഡ് റേയുടെ പ്രോപ്പർട്ടീസ് ആണ് ഈ 3 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 3 നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഈ പോകാൻ. ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും ചോദിക്കുന്നത്.
ഇനി ഈ E/M റേഷ്യോ എന്ന് കണ്ടില്ലേ, അപ്പൊ ഈ E എന്നാൽ എന്താണെന്നറിയാവോ? E എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്. ഓക്കെ, E എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്, M എന്ന് പറഞ്ഞാൽ മാസ് ആണ്. ഓക്കെ, E എന്ന് പറഞ്ഞാൽ ചാർജും M എന്നാൽ മാസും. അപ്പം ഒരു കാഥോഡ് റേയുടെ ചാർജ് റേഷ്യോ എടുത്താൽ, അതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പൊ കാഥോഡ് റേയുടെ ചാർജ് ബൈ മാസ് റേഷ്യോ എടുത്താൽ അതെന്തായിരിക്കും? എപ്പോഴും അതിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് സ്ഥിരമായിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും എപ്പോഴും അതിന് ഉണ്ടായിരിക്കുക. സോ അതായത് കാഥോഡ് റേയുടെ E/M റേഷ്യോ എല്ലായിടത്തും എന്തായിരിക്കും? ഫിക്സ് ആയിരിക്കും. ഓക്കെ, സോ ചാർജ് ബൈ മാസ് എന്ന് ഉള്ളതാണ് എന്ത്? E/M എന്ന് പറയുന്നത്. ഓക്കെ, ചാർജ് ബൈ മാസ്. ഓക്കെ, ചാർജ് ബൈ മാസ് ആണ് എന്ത്? E/M എന്ന് പറയുന്നത്. അപ്പം ഈ E/M ഒരു വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വാല്യൂ ആണ്, അത് നിങ്ങൾ കാണാതെ പഠിക്കണം. ഇതിനകത്ത് കുറച്ച് വാല്യൂസ് നിങ്ങൾക്ക് കാണാതെ പഠിക്കാനുണ്ട്. അതിലൊരു വാല്യൂ ആണ് E/M വാല്യൂ. E/M വാല്യൂ ആണ് 1.7588 into 10⁻11 കൂളം പെർ kg. ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളം. ഓക്കെ, അപ്പം ഈ ഒരു വാല്യൂ നിങ്ങൾ കാണാതെ പഠിക്കണം. ഏത്? E/M വാല്യൂ. ഈ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? കാഥോഡ് റേസിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താണ് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ എന്നാണെന്ന് മനസ്സിലായല്ലോ. ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ കണ്ടെത്തിയത് J.J. തോംസൺ ആണ്. അദ്ദേഹം ഇലക്ട്രോണിനെ കണ്ടെത്താൻ വേണ്ടി ഒരു എക്സ്പെരിമെന്റ് നടത്തി. ആ എക്സ്പെരിമെന്റ് ആണ് എന്ത്? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. അതിൽ നിന്നും അദ്ദേഹം ഒരു റേ കണ്ടെത്തി, അതാണ് കാഥോഡ് റേ. ഈ കാഥോഡ് റേയിന് 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് ട്രാവൽ ചെയ്യുന്നു, അതുപോലെ നെഗറ്റീവ് ചാർജ് ആണ്. ഇതിന്റെ E/M റേഷ്യോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. സോ E/M എന്ന് പറയുന്നത് അത് ചാർജ് ബൈ മാസ് ആണ്. അതിന്റെ കോൺസ്റ്റന്റ് വാല്യൂ ആണ് 1.7588 into 10⁻11 കൂളം പെർ കിലോഗ്രാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താണ് ഇലക്ട്രോണിന്റെ ഡിസ്കവറി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ ആണ്. പ്രോട്ടോണിന്റെ ഡിസ്കവറി. അപ്പോൾ പ്രോട്ടോണിനെ കണ്ടെത്തിയത് ആരാണെന്നാണ് ഞാൻ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. പ്രോട്ടോണിനെ കണ്ടെത്തിയ ഈ സയന്റിസ്റ്റിന്റെ പേരാണ് റുദർഫോർഡ്. എന്താണ്? റുദർഫോർഡ് ആണ് എന്ത് കണ്ടെത്തിയത്? പ്രോട്ടോണിനെ കണ്ടെത്തിയത്. പ്രോപ്പർ ആയിട്ടുള്ള പ്രോട്ടോണിനെ കണ്ടെത്തിയത് റുദർഫോർഡ് ആണ്. അദ്ദേഹം പ്രോട്ടോണിനെ കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്ത ഒരു റേ ഉണ്ട്. ആ റേയുടെ പേരാണ് ആനോഡ് റേ. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞു ഇലക്ട്രോണിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് J.J. തോംസൺ ഒരു റേ യൂസ് ചെയ്തു. ആ റേയുടെ പേരെന്താണ്? കാഥോഡ് റേ ആണ്. പക്ഷേ പ്രോട്ടോണിനെ കണ്ടെത്താൻ വേണ്ടി റുദർഫോർഡ് യൂസ് ചെയ്ത റേ എന്ന് പറയുന്നത് ഏതാണ്? ആനോഡ് റേ ആണ്. തിരിഞ്ഞു പോകരുത്. ഇലക്ട്രോണിന് വേണ്ടി കണ്ടെത്തിയത് കാഥോഡ് റേയും പ്രോട്ടോണിന് വേണ്ടി കണ്ടെത്തിയത് ആനോഡ് റേയുമാണ്. ഓക്കെ, അപ്പോൾ ഈ ആനോഡ് റേക്ക് വേറൊരു പേര് പറയും കനാൽ റേ. ഓക്കെ, കനാൽ റേ. അപ്പം ആനോഡ് റേ അല്ലെങ്കിൽ കനാൽ റേ എന്ന് പറയും. അപ്പോൾ ഈ ആനോഡ് റേക്കും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ ആനോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കിയിട്ട് ആ ആനോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ട്രാവൽസ് ഫ്രം ആനോഡ് ടു കാഥോഡ്. ഇറ്റ് ട്രാവൽസ് ഫ്രം ആനോഡ് ടു കാഥോഡ്. അതായത് ആനോഡിൽ നിന്നും കാഥോഡിലേക്കായിരിക്കും എന്ത് പാസ് ചെയ്യുന്നത്? ആനോഡ് റേ പാസ് ചെയ്യുന്നത്. മുമ്പ് കാഥോഡ് റേ പാസ് ചെയ്തത് എവിടെ നിന്നായിരുന്നു? കാഥോഡിൽ നിന്നും ആനോഡിലേക്കായിരുന്നു അല്ലേ? പക്ഷേ ആനോഡ് റേസ് പാസ് ചെയ്യുന്നത് ആനോഡ് ടു കാഥോഡ് ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു കാഥോഡ് റേക്ക് നെഗറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞല്ലേ. പക്ഷെങ്കിൽ ആനോഡ് റേക്ക് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പം രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ ആണ് എന്ത്? റേസ് ആണ് എന്ത്? ആനോഡ് റേസ്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? മറ്റേതിൽ E/M റേഷ്യോ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിരുന്നു അല്ലേ? ഇതിനകത്ത് E/M റേഷ്യോ നോട്ട് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇതിൽ അതായത് ആനോഡ് റേസിൽ E/M റേഷ്യോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല. സോ രണ്ട് റേയുടെയും പ്രോപ്പർട്ടീസും ക്ലിയർ ആയോ? കാഥോഡ് റേയുടെ പ്രോപ്പർട്ടീസും ആനോഡ് റേയുടെ പ്രോപ്പർട്ടീസും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ ആണ്. അതായത് ന്യൂട്രോൺ ആരാണ് കണ്ടെത്തിയത്? ഓക്കെ, അപ്പം ന്യൂട്രോൺ കണ്ടെത്തിയ ആരാണെന്നുള്ളതാണ് ഞാനിവിടെ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ഈ ന്യൂട്രോണിനെ കണ്ടെത്തിയ സയന്റിസ്റ്റിന്റെ പേരാണ് ജെയിംസ് ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക് എന്ന സയന്റിസ്റ്റ് ആണ് എന്ത് കണ്ടെത്തിയത്? ന്യൂട്രോണിനെ കണ്ടെത്തിയത്.
ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ന്യൂട്രോണിനെ കണ്ടെത്തിയതിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, അതായത് ഇലക്ട്രോൺ, അതായത് നമുക്ക് നെയിം സിമ്പല്, ആബ്സല്യൂട്ട് ചാർജ്, മാസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോട്ടോണിൻ്റെ, ഇലക്ട്രോണിൻ്റെ, ന്യൂട്രോണിൻ്റെ നിങ്ങൾ കാണാതെ പഠിക്കണം. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് ഈ ഒരു ന്യൂട്രോണിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നെയിം ഇലക്ട്രോൺ എന്ന് പറയുന്നത് സിമ്പൽ നമുക്കറിയാം ഇ ആണ് അല്ലേ, സിമ്പൽ ഇ ആണ്. ഇതിൻ്റെ ആബ്സല്യൂട്ട് ചാർജ് നിങ്ങൾ പഠിക്കേണ്ടത് -1.6 ഇൻറ്റു 10⁻⁻19. ഓക്കെ, ഇതാണ് അതിൻ്റെ അബ്സല്യൂട്ട് ചാർജ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് 9.1 ഇൻറ്റു 10⁻31. ഓക്കെ, ഇനി അടുത്തത് പ്രോട്ടോണിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് എന്താണ്, പി ആണ് അല്ലേ. അപ്പോൾ പ്രോട്ടോണിൻ്റെ ഇവിടെ മൈനസ് അല്ലേ ഇലക്ട്രോണിൻ്റെ വന്നിരിക്കുന്നത്, പ്രോട്ടോണിൻ്റെ വരുമ്പോൾ +1.6 ഇൻറ്റു 10⁻⁻19. അതേപോലെ ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.67 ഇൻറ്റു 10⁻⁻27. ഓക്കെ, ഇനി അടുത്തത് ന്യൂട്രോൺ എന്ന് പറയുന്നതിൻ്റെ സിമ്പൽ എന്താണ്, എൻ ആണ്. ഓക്കെ, ഇതിൻ്റെ ആബ്സല്യൂട്ട് ചാർജ് എന്ന് പറയുന്നത് 0 ആണ്, കാരണം ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇനി ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.67 ഇൻറ്റു 10⁻⁻27 തന്നെയാണ്. അതായത് പ്രോട്ടോണിൻ്റെ മാസ് തന്നെയാണ് ന്യൂട്രോണിൻ്റെ മാസ്. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഈ ഒരു ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ എന്ന് ഉള്ളതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു വാങ്ങി. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് സബറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചും അവയുടെ ഡിസ്കവറിയെ കുറിച്ചുമാണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആറ്റോമിക് മോഡൽസിനെ കുറിച്ചാണ്. ഓക്കെ, കുറച്ച് അറ്റോമിക് മോഡലുകൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ കാണുന്ന ഒരു ആറ്റം ഇല്ലേ, ഈ ആറ്റത്തിന് ഒരു സെൻറ്റർ ഉണ്ട്, അതെന്താണ്, ന്യൂക്ലിയസ് അല്ലേ. ആ സെൻറ്ററിനെ നമ്മൾ വിളിക്കുന്നതാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്, ആ ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളുണ്ട് അല്ലേ. അതായത് ഇപ്പം നമ്മൾ കാണുന്ന ഒരു ആറ്റം എടുത്താൽ അതിന് ഒരു സെൻറ്റർ ഉണ്ട് അല്ലേ, ആ സെൻറ്ററിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, ന്യൂക്ലിയസ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ഇനി ആ ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്, കുറേ ഷെല്ലുകളുണ്ട് അല്ലേ, ഇല്ല ഇങ്ങനെ കുറേ ഷെല്ലുകളുണ്ട് ആ ന്യൂക്ലിയസിന് ചുറ്റും അല്ലേ. അപ്പം ഈ ഷെല്ലിലാണ് എന്തുള്ളത്, ഇലക്ട്രോണുകൾ അല്ലേ. ഓരോ ഇലക്ട്രോണുകൾ ഉള്ളത് ഏതാ, ഈ ഷെല്ലുകളിലാണ് ഓരോ ഇലക്ട്രോണുകൾ ഉള്ളത്. അപ്പം നമുക്ക് പണ്ട് ആറ്റത്തിന് കുറേ മോഡലുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ കുറേ മോഡലുകൾ, അതായത് ഓരോ സയൻറ്റിസ്റ്റുകളും ഓരോ മോഡൽസ് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് ആറ്റത്തിന്. അപ്പം ആ മോഡലുകളെ കുറിച്ച് അത് ഏതൊക്കെയാണെന്നാണ് നമുക്ക് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ജെ തോംസൺ മോഡൽ ഓഫ് ആറ്റം. അതായത് ജെ തോംസൺ കണ്ടുപിടിച്ചത് അത് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ ആയിരുന്നു അല്ലേ. അപ്പം ജെ തോംസണിൻ്റെ ഒരു ആറ്റം മോഡൽ കണ്ടെത്തിയായിരുന്നു. ഓക്കെ, അപ്പം ഇദ്ദേഹം ആറ്റത്തിനെ ഒരു പോസിറ്റീവ് സ്പിയർ ആയിട്ടാണ് കണ്ടത്. ആറ്റത്തിനെ ഇദ്ദേഹം എങ്ങനെയാണ് കണ്ടത്, ഒരു പോസിറ്റീവ് സ്പിയർ ആയിട്ടാണ് ഇദ്ദേഹം ആറ്റത്തിനെ കണ്ടത്. അപ്പം പോസിറ്റീവ് സ്പിയർ ആയിട്ട് കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺസിനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ആറ്റം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്പിയർ ആണ്. ആ പോസിറ്റീവ് സ്പിയറിനുള്ളിൽ ഇലക്ട്രോൺസിനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സോ ഇതാണ് ജെ തോംസൺ പറഞ്ഞത്. അതായത് ലൈക്ക് വാട്ടർ മെലൺ മോഡൽ. അതായത് ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, വാട്ടർ മെലൺ എന്ന് പറയുന്നത് എന്താണ്, അതായത് വാട്ടർ മെലണിലെ ഈ റെഡ് കളർ ഇല്ലേ, ഈ റെഡ് കളർ പോർഷൻ ഇല്ലേ, ഈ പോർഷൻ നമ്മൾ കഴിക്കുന്ന ഭാഗമല്ലേ, ആ ഭാഗം പോസിറ്റീവാണ്. അത് പോസിറ്റീവാണ്. അകത്തുള്ള സീഡ് എന്താണ്, നെഗറ്റീവാണ്. മനസ്സിലായോ? നമ്മൾ ഈ കഴിക്കുന്ന ഈ റെഡ് കളർ ഭാഗം പോസിറ്റീവ് ആണ്, അതിനകത്തുള്ള സീഡുകൾ നെഗറ്റീവ് ചാർജ് ആണ്. അതായത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ്, അതാണ് സീഡ്. അതുകൊണ്ട് ജെ തോംസണിൻ്റെ ആറ്റം മോഡലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലം പുഡിംഗ് മോഡൽ. പ്ലം പുഡിംഗ് മോഡൽ, പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ എന്നും വിളിക്കും. ഓക്കെ, അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ജെ തോംസണിൻ്റെ മോഡലിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു മോഡലുണ്ട്. അതാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പം ജെ തോംസണിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ഏതാണ്, പ്ലം പുഡിംഗ് മോഡലാണ്. അതായത് ഒരു വാട്ടർ മെലൺ നമ്മൾ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ വാട്ടർ മെലണിനകത്തെ റെഡ് പോർഷൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആണെന്നും അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ആണെന്നും ആ റെഡ്
പോർഷനുള്ളിലുള്ള സീഡുകൾ നെഗറ്റീവ്, അതായത് ഇലക്ട്രോണുകളാണ് എന്നുമാണ് അദ്ദേഹം, അതായത് അതേപോലെയാണ് ഒരു ആറ്റത്തിന്റെ മോഡൽ എന്നാണ് ആര് കണ്ടെത്തിയത്? ജെ തോംസൺ കണ്ടെത്തിയത്. അപ്പം നമുക്ക് ഈ ജെ തോംസന്റെ മോഡലിനെക്കാട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മോഡലാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഫോർഡിന്റെ ഒരു ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം ഉണ്ട്. അപ്പം അതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ സബാറ്റോമിക് പാർട്ടിക്കിൾസും അതുപോലെ ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും ഡിസ്കവറിയും പിന്നെ ജെ തോംസണിൻ്റെ മോഡൽ ഓഫ് ആറ്റവുമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പം അടുത്ത മോഡലുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ